സെക്സിനെ തെറ്റായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് തെറ്റാവുന്നത്? രണ്ടുപേർ തമ്മിൽ സെക്സ് ചെയ്തു. ആ സെക്സ് ചെയ്തത് ആ രണ്ടുപേർക്കോ രണ്ടുപേരുടെ മറ്റു ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ആ രണ്ടുപേർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനോ അതല്ലെങ്കിൽ ആ രണ്ടുപേരുടെ ആ ബന്ധത്താൽ ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറയ്ക്കോ അവർ ജനിപ്പിക്കുന്ന കുഞ്ഞിനോ ഇവിടെ യാതൊരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല. അത് ഉണ്ടാക്കുന്ന തരത്തിലാണ് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുന്നതെങ്കിൽ തെറ്റാണ്. ഇത്രയും പറഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോവാം. രണ്ടുപേർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല. പക്ഷേ ആ ലൈംഗിക ബന്ധം സമൂഹത്തിനോ ആ വ്യക്തികൾക്കോ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്കോ അവരാൽ ജനിപ്പിക്കുന്ന കുഞ്ഞിനോ വരും തലമുറയ്ക്കോ ഈ പ്രകൃതിക്കോ അത്രയും കൂടെ കുട്ടിക്കോ ഈ പ്രകൃതിക്കോ മറ്റുള്ളവരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഈ പ്രകൃതിക്ക് പോലുമോ ദോഷകരമാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രണ്ടുപേർക്ക് ലൈംഗിക ബന്ധത്തിലാവാം. ഒരു കുടുംബത്തിലല്ല ജനിച്ചത്. മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ള എന്ന് പറയുന്നു, ഉമ്മ ആമിന എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഒരു രാത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇബ്നു ഹിഷാമിന്റെ സീറത്തു റസൂലുള്ള വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. ഇനി ഇന്നത്തെ കുടുംബ വ്യവസ്ഥ പൂർണ്ണവും ശരിയും നാളെ മാറാത്തതുമാണോ? ഒരിക്കലുമല്ല. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഔപചാരികമായ കുടുംബങ്ങൾ സ്ഥാപിക്കാതെ സ്വതന്ത്രമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ പോലും പാശ്ചാത്യ നാടുകളിൽ അങ്ങനെ ജീവിക്കുന്നവർ ധാരാളമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രാജ്യത്ത് 35, 40, 45, 50% വരെ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ്. അവരൊക്കെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് അവർ സൗഹൃദത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അതിൽ 75% പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ. നമ്മുടെ വിവാഹപ്രായ പരിധി നിയമം അനുസരിച്ച് 18 വയസ്സാണ് പ്രായപൂർത്തി. 18 വയസ്സ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ് ഇങ്ങനെ ഗർഭം ധരിക്കപ്പെടുന്നവരിൽ 75%. അതിൽ തന്നെ അങ്ങനെയുള്ള 75% പ്രായപൂർത്തിയാവാത്ത കുട്ടികളിൽ തങ്ങൾ ഗർഭിണികളാവും എന്ന് ഈ പരിപാടി നടത്തുമ്പോൾ അറിയാത്ത കുട്ടികളായിരുന്നു 40%. ഇത് ഗർഭം ഉണ്ടാവുന്ന പണിയാണ് എന്ന് അറിയാതെ ഗർഭം ധരിച്ച നിഷ്കളങ്കരായ പിഞ്ചു കുട്ടികൾ, ബാലികമാരായിരുന്നു ഇതിന്റെ 40%. എന്നു മാത്രമല്ല, അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു വിവരം അവസാനം പറയാം. എന്താണ്? ഈ വിക്ടിംസ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പ്രതികൾ, ഇവരെ ഇങ്ങനെ ആട്ടിത്തീർത്ത പ്രതികൾ, അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. കാരണവന്മാരായി നടത്തി വന്ന ഒരു സമ്പ്രദായമാണല്ലോ നിയമപരമായി സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുക എന്നത്. ഇന്നത്തെ ആളുകൾ ചിന്തിക്കുകയാണ്, കല്യാണം വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീയുടെ അടുത്ത് പോകാം. യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ അതല്ലേ നല്ലത്? അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ് സമൂഹ നന്മയാവുക? കല്യാണത്തിന്റെ കാര്യം ഞാൻ പറയാം. കല്യാണം കഴിക്കണം, കുടുംബജീവിതം വേണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല.
ഇനി അടുത്ത ചോദ്യം രസകരമായ ചോദ്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് എനിക്ക് ഇരുമ്പിൻ്റെ കസേര കൊണ്ട് തൊടുപുഴയിൽ നിന്ന് അടി കിട്ടിയത്. പരിണാമ സിദ്ധാന്തത്തെ ഇന്ന് പോപ്പ് പോലും അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് ക്രിസ്തുമതം ലോകത്ത് കത്തോലിക്ക സഭ ഉൾപ്പെടെ ക്രിസ്തുമതം പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ന്